ഏറ്റവും കൂടുതൽ ആളുകൾ അയച്ച മെസ്സേജാണ് തുടരും പോലെ വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ മലയാളത്തിലുള്ളതും നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള 3 സിനിമകൾ പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് പ്രിസണേഴ്സ്. ഒരച്ഛൻ അയാളുടെ ഏറ്റവും മോശം സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നു. കാരണം അയാളുടെ കുഞ്ഞുമകളെ കാണാനില്ല, ആരോ തട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെ അയാൾ പോലീസിന്റെ സഹായം തേടുന്നു. പക്ഷെ പോലീസിൽ നിന്നും നല്ലൊരു സൂചനയല്ല ഇയാൾക്ക് കിട്ടുന്നത്. അന്വേഷിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു സിറ്റുവേഷനിൽ അയാൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്താണെങ്കിലും നിങ്ങൾ കണ്ടു നോക്കുക. 2 പാരസൈറ്റ്. ശരിക്കും ഈ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് മീനിങ് എന്താണെന്ന് അറിയാവോ? ഈ ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ അകത്ത് ഈ പാരസൈറ്റ് കയറും. എന്നിട്ട് ആ ജീവിയുടെ എല്ലാ സംഭവങ്ങളും വലിച്ചെടുക്കും. എന്നിട്ട് ഈ പാരസൈറ്റ് ജീവിക്കും. ഈ ജീവിയാണെങ്കിൽ നശിച്ചു പോകും. ഈ ഒരു പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ വരുന്നത്. ഓസ്കാറൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കിടിലൻ കൊറിയൻ ഫിലിമാണ്. 3ാമത്തെ ഫാമിലി ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലെയുള്ള എല്ലാ ലാംഗ്വേജിലുള്ള സീരീസും മൂവീസും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുവരെ ഫോളോയും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് പരിഗണിക്കാം. 3ാമത്തത് ഗോൺ ഗേൾ ആണ്. തന്റെ സ്വന്തം ഭാര്യയെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ഭർത്താവിന്റെ കഥയാണ് ഗോൺ ഗേൾ പറയുന്നത്. ഇത് വല്ലാത്തൊരു കഥയാണ്. ഡേവിഡ് ഫിഞ്ചർ എന്ന സംവിധായകന്റെ എക്കാലത്തെയും മികച്ച സൃഷ്ടികളൊന്നെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തുടരും പോലെയുള്ള മലയാളത്തിലെ സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യം 2, ഇരട്ട, ജോസഫ്, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന സിനിമകളാണ്. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും അത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.